മാറിയിട്ടില്ല. ബാലൻ മാറിയെന്നാണ് ബാലൻ പറയുന്നത്. ബാലൻ മാറിക്കും. എനിക്ക് ബാലനെ പോലെ മാറാൻ പറ്റില്ല. ബാലൻ എന്നെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. ഈ നികൃഷ്ടമായ വൃത്തികെട്ട മാർക്സിസ്റ്റ് വിരുദ്ധ സംസ്കാരം കുറച്ച് പേരൂടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പോസ്റ്റ് ഇടുമ്പോൾ അതിനെ എതിർക്കാതെ എന്നെ ഉപദേശിക്കാൻ പറ്റുന്നത് എന്തിനാണ്? അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഒരു അവഗണന ഉണ്ട് എന്ന് തോന്നുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ചില അമർഷം രൂപം കൊള്ളും. സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം. ശരിക്കറിയാം, എത്രയോ ദുർഘട ഘട്ടങ്ങളിൽ കൈത്താങ്ങായി നിന്ന് സഹായിച്ച് ഈ നിലയിൽ എത്തിച്ചതിൽ എനിക്കൊരു ചെറിയ പങ്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പറഞ്ഞ ഒരു വാചകം കാണിക്കാവോ? ഞങ്ങളുടെ വീട്ടിലെ ഒരു തുള്ളി ചോര ഇതിൽ വീണതാണ്. ഒരു പൈസയും ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. എന്നോട് ഏറ്റുമുട്ടാൻ സഹിച്ചറിയാൻ വരേണ്ടതില്ല. കേട്ടല്ലോ, നമ്മുടെ ജി സുധാകരൻ സഖാവാണ്, പഴയ പൊതുമരാമത്ത് മന്ത്രി, കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലെ ഒരു പ്രഗത്ഭ മന്ത്രി. ആർക്കും വലിയ പരാതിയൊന്നുമില്ലാതെ വളരെ വൃത്തിക്ക് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രിയായിരുന്നു ജി സുധാകരൻ. എന്ന് മാത്രമല്ല, കേരളത്തിലെ റോഡ് നിർമ്മാണം, പാലം നിർമ്മാണം, അങ്ങനെ തുടങ്ങിയ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവുന്നത്ര ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു മന്ത്രിയാണ്. വലിയ പരാതികളൊന്നും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, മുമ്പുണ്ടായിരുന്ന PWD മന്ത്രിമാരെ പറ്റിയൊക്കെ പരാതി കൺസിഡർ ചെയ്യുമ്പോൾ ഇദ്ദേഹം ഒരു പരിധിവരെ നല്ല വിട്ടുനിന്നിരുന്നു എന്നുള്ളൊരു സത്യമാണ്. സത്യത്തിൽ ഒരു നല്ല സഖാവ്, നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഒരല്പം അസുഖമുള്ളത് കവിത എഴുതും എന്ന് മാത്രമാണ്. തമാശ പറഞ്ഞതാണ് കേട്ടോ, ദേഷ്യപ്പെടാം. തെറ്റായി ധരിക്കേണ്ട. അദ്ദേഹത്തിന് ഒരു കവിത എഴുതുന്ന ശീലമുണ്ട്, നല്ല കവിതകളുണ്ട്. അദ്ദേഹം മഹാകവിയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹം കവിത നന്നായി എഴുതുമായിരുന്നു. അതൊന്നുമല്ല നമ്മുടെ വിഷയം. അതിനു മുമ്പ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വിശകലനം ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിനായി ഇപ്പോൾ തന്നെ സ്പേസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്തോ, ബെല്ലൈക്കൺ എനാബിൾ ചെയ്തോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ വിഷയം നമുക്കൊന്ന് വിശദമായി നോക്കാം. ആ സഖാവ് ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തായോ എന്ന് നമുക്കൊരു സംശയം തോന്നും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പലതും കാണുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നു എന്നെ പുറത്താക്കാനായിട്ട് തീരുമാനിച്ചതായി മറ്റ് സഖാക്കളൊക്കെ പ്രചരിപ്പിക്കുന്നു പോലും. അത് സജി ചെറിയാൻ സഖാവാണ് പോലും, ഇപ്പോഴത്തെ മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ. വേണമെങ്കിൽ വീണ്ടും ഒന്ന് കേട്ടു നോക്കാം അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന്. വ്യക്തിപരമായി അദ്ദേഹത്തെ ആരെങ്കിലും ആക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമെങ്കിൽ അത് തുറന്ന മനസ്സോട് ചർച്ച ചെയ്യാൻ പാർട്ടി നേതൃത്വം തയ്യാറാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല, ചർച്ച ചെയ്യുകയും ചെയ്യും. പക്ഷേ അങ്ങനൊരു ഇഷ്യൂ ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഇടപെട്ടത് പരിഹരിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ഇതാണ്, അദ്ദേഹം പാർട്ടിയോടൊപ്പം ചേർന്ന് പോകണം. പാർട്ടിക്ക് വ്യത്യസ്തനല്ല ജി സുധാകരൻ. പാർട്ടിയോടൊപ്പം ചേർന്ന് പോകേണ്ട ആളാണ്. പാർട്ടി എല്ലാ കാര്യത്തും അദ്ദേഹത്തെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കും. അതിനെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ വന്ന ഒരു ഇഷ്യൂ ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു. അത് ഞാൻ തന്നെ നേരിട്ട് ഇടപെട്ട് അവിടെ അപ്പം സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. ഒരു ഫേസ്ബുക്കിൽ ഒരാളൊരു പോസ്റ്റ് ഇട്ട ഒരു വിഷയം നേരത്തെ, ഇപ്പോഴല്ല. പിന്നെ നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ അംഗീകരിക്കത്തില്ല, അതൊക്കെ പരിശോധിക്കും. ഇതിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു മാർക്സിസ്റ്റുകാരൻ പാർട്ടിയിൽ നിന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് 78 വയസ്സായി. അദ്ദേഹത്തിന് 77-78 വയസ്സായി. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെയൊക്കെ ചില ഭരണഘടനയും അല്ലെങ്കിൽ തീരുമാനപ്രകാരമൊക്കെ ഒരു 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പുറത്തുപോയി പാർട്ടിയുടെ പ്രധാന അഡ്വൈസറി നിലയിലേക്ക് പാർട്ടിയുടെ പരിപാടികളുമായിട്ട് ചുരുങ്ങിക്കൂടണമെന്നാണ്. എന്നാൽ പാർട്ടി അദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല പോലും. പാർട്ടിയുടെ ഒരു പരിപാടിയായിട്ട് പോലും അദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പല പരിപാടികൾക്കും പാലം ഉദ്ഘാടനത്തിനൊന്നും അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല. ആലപ്പുഴയിലെ പാർട്ടിയിലെ ഉൾപാർട്ടിയിലെ വലിയ തോതിലുള്ള ഉൾപോരാണ് പോലും. അപ്പോൾ അവിടെ വലിയ തോതിൽ ഒരു ഉൾപാർട്ടി ജനാധിപത്യത്തിൽ വലിയ പോറലേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അതൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഒരു അവഗണന ഉണ്ട് എന്ന് തോന്നുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ചില അമർഷം രൂപം കൊള്ളും. അതൊരിക്കലും പാർട്ടിയുടെ പൊതു ഇമേജിനെതിരായി പുറത്തു വരാൻ പാടില്ല. കേട്ടല്ലോ, SFIക്കാരൻ്റെ മനസ്സാണ് പോലും.
എന്ന് പറഞ്ഞാൽ വളർച്ച വന്നിട്ടില്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. കാരണം പഠനകാലത്തുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു തിളപ്പും അല്ലെങ്കിൽ ഒരു ചാബല്യമൊക്കെ ഉണ്ടല്ലോ, ആ ചാബല്യത്തിൽ നിന്ന് വളർന്ന ഒരു മെച്യൂരിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പക്വതയൊന്നും അദ്ദേഹം കാണിക്കുന്നില്ല എന്ന് ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം പറയുന്നതാണോ അത് നല്ലതാണോ എന്നറിയില്ല. എന്തായാലും അതിന് സുധാകരൻ കൊടുത്ത മറുപടിയും നമ്മളൊന്ന് കേട്ടു നോക്കിയാലാണ് ഗംഭീരമായിരിക്കും. കൊണ്ടും കൊടുത്തും പോകുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ മാറിയിട്ടില്ല, ബാലൻ മാറിയെന്നാണ് ബാലൻ പറയുന്നത്. ബാലൻ മാറിക്കും, എനിക്ക് ബാലനെ പോലെ മാറാൻ പറ്റില്ല. ബാലൻ എന്നെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. ഈ നികൃഷ്ടമായ വൃത്തികെട്ട മാർക്സിസ്റ്റ് വിരുദ്ധ സംസ്കാരം കുറച്ച് പേരൂടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പോസ്റ്റ് ഇടുമ്പോൾ അതിനെ എതിർക്കാതെ എന്നെ ഉപദേശിക്കാൻ പറ്റുന്ന കേട്ടല്ലോ, ഇതാണ് സുധാകരൻ സഖാവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബാലൻ അങ്ങ് വളർന്നു പോയി. ഞാൻ ഇപ്പോഴും പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ, അങ്ങനെ വലിയ പണമൊന്നും ഉണ്ടാക്കാതെ ഈ പാർട്ടിയെ കൊണ്ട് വലിയ സമ്പാദിക്കാതെ സാധാരണക്കാരനായി സാധാരണ കമ്മ്യൂണിസ്റ്റായിട്ട് അങ്ങനെ നിലനിന്ന് പോകുന്നു. എന്നാൽ ബാലൻ അങ്ങനെ അല്ല എന്നാണല്ലോ സൂചിപ്പിക്കുന്നത്. ശരിയായിരിക്കാം, പക്ഷേ ബാലൻ്റെ ചിലപ്പോൾ തല മറന്ന് എണ്ണ തേക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തേണ്ട കാര്യമാണ്. എന്തായാലും ബാലനും പിണറായി മന്ത്രിസഭയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പണിയില്ലാതിരിക്കുകയാണ്. പക്ഷെ പാർട്ടിക്കപ്പുറം അദ്ദേഹം ഒന്നും പറയാറില്ല, പാർട്ടിയെ ധിക്കരിക്കാറില്ല. എന്ന് മാത്രമല്ല, ഒരു പ്രശ്നം വന്നാൽ ഉടനെ അതിനെ തടയിടാനായിട്ട് ചാടിയിറങ്ങുന്നത് ആരാണ്? നമ്മുടെ സഖാവ് ബാലനാണ്. അങ്ങനെ തലമാന്തി പുണ്ണാക്കുക എന്നൊരു പ്രയോഗം തന്നെ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ എല്ലാ ഘട്ടങ്ങളിലും പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് ബാലൻ. അതിൻ്റെ ഗുണം ചിലപ്പോൾ ബാലന് കിട്ടുന്നുണ്ടോ എന്നറിയില്ല. സഖാവ് സുധാകരൻ എന്തായാലും കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പരിഭവം. അത് സജി ചെറിയാനും കൂട്ടരുമാണ് അതിൻ്റെ കാരണക്കാരെന്നും അദ്ദേഹം വെളിപ്പെടുത്തുമ്പോൾ നമ്മളത് വിശ്വസിച്ചല്ലേ പറ്റൂ. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഒരു കാലഘട്ടം കഴിയുമ്പോൾ പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കേണ്ടത് പഴയ സഖാക്കൾ ചെയ്യേണ്ടതാണ്. അവരുടെ ജീവിത സായാഹ്നത്തിൽ സ്വാഭാവികമായും അവരെ കൊണ്ട് തങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്ന രീതിയിൽ ആ പാർട്ടിക്ക് വേണ്ടി, ഏത് പാർട്ടിയായാലും ആ പാർട്ടിക്ക് എന്താണോ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഒതുങ്ങിക്കൂടുക എന്നുള്ളതാണ് ശരി. ആരോഗ്യമുണ്ട്, ജി സുധാകരന് വലിയ പ്രവർത്തനത്തിനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തന സ്വാതന്ത്ര്യം ആ പാർട്ടി അനുവദിക്കുക തന്നെ വേണം. അത്തരം ഒരു പ്രവർത്തന മണ്ഡലം ആ പാർട്ടി ഒരുക്കി കൊടുക്കണം. അത് ഏത് പാർട്ടിയിലായാലും ശരി. എല്ലാവരും ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത് വീട്ടിലങ്ങ് അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധ്യമല്ലായിരിക്കും. അതൊരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യമുള്ളിടത്തോളം കാലം എന്നും ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ രീതിയിലായിരിക്കണം എല്ലാ പാർട്ടികളും ചിന്തിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ എല്ലാ കാലത്തേക്കും മന്ത്രിയാവുക, പ്രധാനമന്ത്രിയാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനങ്ങളിരുന്ന് സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി അവനവന് യാത്ര ചെയ്യാവുന്ന ഒരു മേഖലകളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കേണ്ടത് അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിലാണെങ്കിൽ കോൺഗ്രസ്സുകാരാണ്, ബി ജെ പിയിലാണെങ്കിൽ ബി ജെ പിയിലാണ്. അല്ല, മറ്റേത് സംഘടനയിലായാലും ആ സംഘടനയിലുള്ളവർ അത്തരം നേതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുകയും വേണം. ചെറുപ്പക്കാർക്ക് ഒരു വഴികാട്ടിയായി നിന്നു കൊടുക്കാനുള്ള ഒരു ആർജവം അവരും കാണിക്കണം. പരാതി മാത്രം പറയുന്ന ഒരവസ്ഥ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഞാൻ അങ്ങനെ ആയിരുന്നു, എനിക്ക് എല്ലാ കാലത്തും വലിയ സൗകര്യങ്ങൾ ചെയ്തു തരണം എന്ന് ദുർവാശി പിടിക്കുന്നതും ശരിയാണെന്ന് തോന്നുന്നില്ല. അത്തരത്തിലൊരു പക്ഷേ ഒരു പാർട്ടി അച്ചടക്കത്തിൽ നിന്ന് പുറത്തു കിടന്ന രീതിയിൽ അദ്ദേഹം പെരുമാറുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന വിധത്തിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ പല സമ്മേളന വേദികളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് കാണുന്നത് ഒരു പക്ഷേ അദ്ദേഹം ഈ പാർട്ടിക്ക് പുറത്തേക്കുള്ള യാത്രയുടെ ആരംഭം കുറിച്ചിരിക്കുകയാണോ എന്ന് പൊതുജനം സംശയിച്ചാൽ അത് കുറ്റം പറയാൻ പറ്റില്ല. അത് ബാലൻ അക്കാര്യം ചൂണ്ടിക്കാണിച്ചത് തെറ്റാണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ജി സുധാകരൻ ഉയർത്തുന്ന അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തമായ പരാതികൾ ഗൗരവമുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വരും ദിനങ്ങൾ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും സഖാവ് സുധാകരനെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാവുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ വിഷയത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളതെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.